ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നൊരു ഈസി ആയിട്ടുള്ള മീൻ കറിയാണ് ഉണ്ടാക്കുന്നത്. വളരെ എളുപ്പത്തിൽ വേഗത്തിൽ പറഞ്ഞു പോകാം. നമുക്ക് ഏത് മീൻ വേണമെങ്കിലും നമുക്കിതിനു വേണ്ടി ഉപയോഗിക്കാം. അപ്പോൾ ഇതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് തക്കാളി, പച്ചമുളക്, അതുപോലെ തന്നെ ഇഞ്ചിയാണ് വേണ്ടത്. തക്കാളി ഒരു മീഡിയം സൈസ്, പച്ചമുളക് ഞാനിവിടെ 3 എടുത്തിട്ടുള്ളത്. എരിവ് വേണ്ടവർക്ക് കൂടുതലെടുക്കാം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി. ഇനി ഗ്യാസ് ഓണാക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഒരു ചട്ടി എടുത്തിട്ട് അതിലോട്ട് ഈ അരിഞ്ഞു വെച്ചിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നമ്മൾ ചേർത്ത് കൊടുക്കണം. അപ്പം ഈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതെന്താണെന്ന് നമുക്ക് പറയാം. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു സീക്രട്ടായിട്ട് വരുന്നത് ഈ കറീൻ്റെ. അപ്പോൾ പിന്നെ അരച്ചു വെച്ച തേങ്ങ, അരമുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. അതിലോട്ട് മുളക് പൊടിയും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും ചേർത്ത് അരച്ചതാണ്. മുളക് പൊടി എരിവുള്ള മുളക് പൊടിയും അതുപോലെ തന്നെ കാശ്മീരി റെഡ് ചില്ലിയും കൂടെ ചേർത്ത് അരച്ചു വെച്ചിട്ടുള്ളതാണ്. വേറെ മല്ലിയോ അങ്ങനെ ഒരു സാധനങ്ങളും ചേർത്തിട്ടില്ല. അപ്പോൾ ഈ അരച്ചു വെച്ചൊരു പേസ്റ്റ് നമ്മൾ ഈ ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുക. ഗ്യാസ് ഓൺ ആക്കരുത്. അതിനുശേഷം കൈകൾ നന്നായിട്ട് വൃത്തിയാക്കിയിട്ട് നന്നായിട്ട് ഞെരടി കൊടുക്കുക. ഞെരടിയതിന് ശേഷം ആവശ്യത്തിനുള്ള വെള്ളവും ഉപ്പും ഇടുക. അതിനുശേഷം പുളിക്ക് അനുസരിച്ചുള്ള കുടംപുളി ഉപയോഗിക്കാം. വാളംപുളി ഉപയോഗിക്കുന്നവർക്ക് വാളംപുളിയും ഉപയോഗിക്കാം. അതിനുശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി നമ്മൾ ഞെരടി വെച്ചതാണ്. ഇതിലോട്ട് ഉലുവ കാര്യങ്ങളൊന്നും നമ്മൾ ഇട്ട് കൊടുക്കുന്നില്ല. അതുപോലെ തന്നെ കടുക് അങ്ങനെയുള്ള സാധനങ്ങളും വറവിടുകയോ കാര്യങ്ങളോ ഒന്നും ചെയ്യുന്നില്ല. വളരെ സിമ്പിളായിട്ടുള്ള നാടൻ രീതിയിലുള്ള കറിയാണ്. അപ്പം ഗ്യാസ് ഓണാക്കി ഇത് അടുപ്പത്ത് വെച്ച ശേഷം നന്നായിട്ട് തിള വന്ന ശേഷം നമ്മൾ മീൻ കഷ്ണങ്ങൾ അതിലോട്ട് ഇട്ടെടുക്കുക. നമുക്കിതിന് വേണമെങ്കിൽ ഏത് മീൻ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. അയിലയോ മത്തിയോ നെത്തോലിയോ മാന്തളോ അങ്ങനെ ഏത് മീൻ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. അപ്പം ഈ മീൻ കഷ്ണങ്ങൾ ഇട്ടൊന്ന് തിളച്ചതിന് ശേഷം അടുപ്പൊന്ന് മീഡിയം സൈസാക്കി വെച്ചതിന് ശേഷം ഒന്ന് കുറുകി വരുന്ന പാകം നമുക്കറിയാമല്ലോ. ആ ഒരു ടൈമിൽ നമ്മൾ കറിവേപ്പില ചേർത്ത് കൊടുക്കുക. അപ്പോൾ ആ ഒരു സമയത്തിന് നമ്മൾ ഉപ്പും പുളിയും ഒക്കെ നോക്കുക. പുളി അധികം ഉണ്ടെങ്കിൽ കുടംപുളി നമുക്കെടുത്ത് കളയാവുന്നതാണ്. 2-3 പീസ് എടുത്ത് കളയാം. അതിന് ശേഷം നമുക്ക് കറി ഇറക്കി വെക്കാം. അപ്പോൾ സ്വാദിഷ്ടമായ കറി റെഡി.